ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു നമ്മളുടെ തനതായ സ്വരൂപത്തെ കാട്ടിത്തരുവാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ആ കാട്ടിത്തരൽ, ചൂണ്ടിക്കാണിക്കൽ നമ്മൾ കാണാതെ പോകുമ്പോഴും അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ഗുരു 70-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ഒരു രതി തന്നെ അഹന്ത ഇന്ദ്രിയാന്തകരണകളയഭരമെന്നിതൊക്കെയായി വിരിയും ഇതിന്നു വിരാമമെന്ന് വേറാം അറിവവനെന്ന് അറിവോളം ഓർത്തിടേണം. അപ്പോൾ ഒരു രതി തന്നെ, ഒരു ആനന്ദം തന്നെയാണ് ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഏത് കാര്യത്തിലും ഒരു ജീവന് ലഭിക്കുന്നത് ആനന്ദമാണ്. അത് മറ്റ് അന്ധകരണങ്ങൾ അതിലൂടെയൊക്കെ സ്വാംശീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നതും ഇത് തന്നെയാണ്. നമ്മളുടെ ഒരു കൊതുകിനെ എടുത്താൽ പോലും കൊതുക് നമ്മളുടെ ശരീരത്തിൽ വന്ന് അത് രക്തം കുടിക്കുമ്പോൾ, ആ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ കൊല്ലുവാൻ വേണ്ടി നമ്മൾ കൈ ഓങ്ങുമ്പോൾ അതിനെ തിരിച്ചറിയുന്നുണ്ട്. അത് ദുഃഖം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ജീവനും കൊണ്ട് ആ ശരീരത്തെ അവിടുന്ന് കൊണ്ടുപോവുകയാണ്, പറന്നു പോവുകയാണ്. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു മിണ്ടാപ്രാണി, അതിനെങ്ങനെ ഇത് മനസ്സിലാകുന്നു? ഇപ്പോൾ ജീവൻ്റെ ഒരു നൈസർഗികമായ ഒന്നാണ് അവന് ഈ ദുഃഖം, അവന് വേണ്ട. അതുകൊണ്ട് ആരും ദുഃഖത്തെ ആഗ്രഹിക്കുന്നില്ല. അവന് സുഖം മാത്രം മതി, ആനന്ദം മാത്രം മതി. പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനൊരു നൈരന്തര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി താൽക്കാലികമായിട്ട് അവൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ബാഹ്യമായിട്ടുള്ളതിനെ അവൻ കൈക്കലാക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ അത് പോരാ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോവുകയാണ്. ഇങ്ങനെ നിരന്തരം പോയി ഒരു നിമിഷത്തിൽ ഈ ശരീരം വിടേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം മരണമാണ് ഇതിനെല്ലാം അവസാനം. പക്ഷെ അവൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? അവന് വീണ്ടും സുഖിക്കണം, ഇവിടെ ആനന്ദിക്കണം. ശരീരത്തിന് പറ്റില്ലെങ്കിൽ പോലും ഈ മനസ്സ് ഓർമ്മയുണ്ട് എങ്കിൽ, ബുദ്ധിയുണ്ട് എങ്കിൽ ഈ ശരീരം വിട്ടുകളയാൻ ആ ജീവൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും എത്രയോ നാളിങ്ങനെ ജീവിക്കണം. പക്ഷേ ശരീരത്തിന് അത്രമാത്രം ആവശ്യതയുണ്ടെങ്കിലും ഈ ശരീരം വിട്ടുകളയാമെന്ന് അത് ആഗ്രഹിക്കുന്നില്ല വീണ്ടും. പക്ഷേ ഈ വ്യക്തി വയ്യാതെ കിടക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരുപാട് ദുഃഖങ്ങളാണ് തന്നെ കൊണ്ടുണ്ടാകുന്നത് എന്ന് ചിന്തിക്കാതെ താനും ദുഃഖിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഈ അസുഖങ്ങൾ വന്ന്. പക്ഷെ ഇങ്ങനെ രണ്ട് രീതിയിലും ഉള്ള ദുഃഖം അനുഭവിക്കുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാകണം എന്ന് അയാൾ ചിന്തിക്കുന്നില്ല. അത് മായയാണ്. അപ്പോൾ ഇവിടെ ഇത്രമാത്രം ഈ മായ, അറിവില്ലായ്മ, അവിദ്യ എന്തുകൊണ്ട് ഈ ജീവനെ ബാധിച്ചിരിക്കുന്നു? അപ്പോൾ ആത്മാന്വേഷണത്തിന്, കാരണം അവനവനെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്കുള്ള യാത്രയിൽ ഇതെല്ലാം കൂലങ്കഷമായി നമ്മൾ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. എങ്കിൽ മാത്രമേ, അതും ഏതെങ്കിലും ഒരു സമയത്തല്ല, നമ്മൾ നല്ല ഉണർന്ന് നല്ല മനസ്സും ബുദ്ധിയും ഒക്കെ തെളിഞ്ഞിരിക്കുന്ന ആ സമയത്ത് ഇതിനെ ഉറപ്പുവരുത്തണം. അല്ലെങ്കിലോ പ്രായമായി കഴിഞ്ഞാൽ മനസ്സും ബുദ്ധിയൊന്നും
ഉദ്ദേശിച്ച പോലെ നിൽക്കില്ല, ശരീരവും നിൽക്കില്ല. അപ്പോൾ ഈ അറിവിനെ ഉറപ്പിക്കുവാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഗുരു ഇത് വളരെ വീണ്ടും വീണ്ടും വ്യക്തമായി ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായി വരുന്നത് കരുണ, കളയഭരം എന്നിതൊക്കെയായി വിരിയും, ഇതിന് വിരാമം ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇതിങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ ഇതിന് വിരാമം എവിടെയാണ്? ഇല്ല. വേറാം അറിവ് അവനെന്ന് അറിവോളം ഓർത്തിരണം. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുമ്പോഴും ഇതിന് അനുഭവിച്ചു തീർക്കാം എന്നുള്ള ഒരു ബുദ്ധി നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. അതൊരിക്കലും തീരുന്നതുമല്ല എന്ന്, അതിനൊരു വിരാമം ഉണ്ടാകുന്നതില്ല എന്ന് ഗുരു ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അറിവ് ഒരിക്കലും മാറാതെ നിൽക്കുന്ന, എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് തൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മാറ്റങ്ങളെയെല്ലാം ഈ മായയിൽപ്പെടാതെ നമുക്കും നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.